ആഹാ, എന്താ പോയതേട്ടാ? പഴത്തിനകത്ത് കൂടോത്രം ചെയ്യുന്നുണ്ടോ? കൂടോത്രം ഒന്നും അല്ലടോ. 3-4 ദിവസമായിട്ട് അവളുടെ ഒറ്റ നിപ്പാ. മൃഗഡോക്ടർ പറഞ്ഞത് വിശപ്പില്ലെന്നാ. ആർക്ക്? അമ്മണിയമ്മയ്ക്കോ? അമ്മിണിയമ്മ എന്തിനാടോ മൃഗഡോക്ടറെ കാണിക്കുന്നത്? അല്ല, ചില്ലറ അസുഖങ്ങൾക്ക് മൃഗഡോക്ടർ നോക്കൊക്കെ ചെയ്യും. ഇന്നാളൊരു ദിവസം എനിക്ക് ദഹനക്കേട് വന്നപ്പോ ഡോക്ടർ പിഷാരടിയല്ലേ കണ്ടത്. ഈ പിഷാരടി ആരാ? നല്ല ഒന്നാം തരം മൃഗഡോക്ടർ അല്ലേ? അതെ, തനിക്കൊക്കെ പശു. ഇത് പശുവിനാടോ. അത് പുല്ലും തിന്നുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല. അതിന് വിശപ്പുണ്ടാകാനുള്ള മരുന്നായത്. അങ്ങനെ. അപ്പൊ ഒരു പകരം സിഗരറ്റ് ചെന്നേ. ബീഡി വല നിർത്തിയിട്ട് ഇപ്പൊ താൻ സിഗരറ്റ് ആക്കിയോ? ഒന്ന് ഗമേലായിക്കോട്ടെന്ന് നമ്മുടെ മുതലാളി എത്തുവന്നേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ എപ്പോഴാ വരികയെന്ന് പറയാനൊക്കത്തില്ല. അല്ല എണ്ണ പതിപോലെ കുറവുണ്ട്. അല്ല, നമ്മുടെ മുതലാളി വരുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ. ഗോവിന്ദേട്ടാ, എന്താണോ പച്ചോന്തേ നിന്റെ കൈക്കെന്ത് പറ്റി? ഒരു പഴത്തൊലി ചവിട്ടിയതാ. അത് നന്നായി. കുറച്ച് ഗോമൂത്രം വേണമായിരുന്നു. എന്തിനാ നിനക്കിപ്പോ ഗോമൂത്രം? കുടിക്കാനാ. പോയി അതും കുടിച്ചു തുടങ്ങിയോ നീ? എനിക്കല്ല, അമ്മുമ്മക്ക മരുന്നിനാ. എന്തു പറ്റി അമ്മുമ്മയ്ക്ക്? കടവയറ്റിലൊരു നീർക്കെട്ടെ. അപ്പൊ വൈദ്യര് പറഞ്ഞ് ഗോമൂത്രത്തിന്റെ അകത്ത് ഇങ്ങനെ ഉപ്പ് കലക്കി കൊടുത്താൽ ശരിയാവും പറഞ്ഞ്. അമ്മണി ഉണ്ടോ അവിടെ? അമ്മണി എപ്പോഴാ മൂത്രം ഒഴിക്കണ? എന്താ? അമ്മണി അടുത്തല്ല, പശു എപ്പോഴാ മൂത്രം ഒഴിക്കണ? പശു 9:25 ഒരു സമയം. ഇനിയിപ്പോ ഒരു 10:15 ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ പശു ടൈം ടേബിൾ വെച്ചാ മൂത്രം ഒഴിക്കണ? ടൈം ടേബിൾ വേണമെങ്കിൽ പാത്രം അതിന്റെ മൂട്ടി പോയി നിക്കടാ. നിക്ക് ഇതൂടെ പശുവിന് കൊടുത്തേക്ക്. പഴം കൊടുത്താ മൂത്രം ഒഴിക്കായിരിക്കും അല്ലേ? കൊടുത്തു നോക്കാം. പഴം കൊടുത്താ പശു മൂത്രം ഒഴിക്കും. അപ്പൊ ചാണകിടാൻ എന്താണാവോ കൊടുക്കുന്നത്? നീ തൊടുത്തിപ്പോയി. ഞാൻ പോവന്നെയാണെന്നേ. എന്താ രണ്ടുപേരും കൂടെ? സാധനങ്ങൾ വേണം. പച്ചരി വന്നിട്ടുണ്ടോ? നിനക്ക് എന്തിനാ പശു പഴം? തോല് തിന്നാ പോരെ. ഗോവിന്ദേട്ടന് അമ്മണി അടുത്തേക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം. എന്നാലും അർഹതപ്പെട്ടവരെ ഓരോരുത്തർക്കും തിന്നാൻ പറ്റുണ്ട്. അതുകൊണ്ട് തോല് നിനക്ക് പഴം എനിക്കും. കേട്ടോ, നല്ല പശു, നല്ല ഐശ്വര്യമുള്ള പശു. അയ്യോ, വന്ന കാര്യം മറന്നു. ആ പെണ്ണ് പോയെന്ന് നോക്കണ്ടേ? അമ്മണിയമ്മേ, അമ്മണിയമ്മേ, അമ്മണിയമ്മേ. അമ്മമ്മ വളപ്പില. അപ്പൊ പോയില്ലല്ലേ? വളപ്പിലെന്താ? പുല്ലരിയാൻ പോയതാ. എന്താ വേണ്ടേ? ഇത്തിരി മൂത്രം വേണമായിരുന്നേ. ഗോമൂത്രം. പശുവിനോട് ചോദിച്ചോളൂ. പശുവിനോട് ചോദിച്ചപ്പോ പശു പോയോ? എന്തൊരു വിശപ്പിങ്ങനെ. 2 പഴം നിന്നാണല്ലോ. ഇവിടെ ചക്കയും മാങ്ങൊന്നുമില്ലേ? പാൽ കുടിച്ചാലോ? തൊണ്ട വരൾന്ന് വെള്ളം തായ്ക്കണം. വിശന്നിട്ട് വയ്യ. അതെ, വിശന്നിട്ട്. പന്ത്രണ്ടാമത്തെ ബിരിയാണി പൊതി ഓപ്പൺ ചെയ്തു. വിശപ്പ് പറഞ്ഞില്ല. നിനക്ക് വേണ്ടല്ല? അല്ല, വേണമെങ്കിൽ ഇനി മേടിച്ചിട്ട് വേണം. എന്തായി? എന്താനായിട്ട്? തിന്നിട്ടും വിശപ്പ് പറഞ്ഞില്ല. എന്ത് പണ്ടാരോണാവാ. എന്റെ ബലമായ സംശയം ഫുഡ് പോയ്സൺ ആണോ എന്നാണ്. അതല്ല ചോദിച്ചത്. പിന്നെ അന്വേഷിച്ചോ? എന്ത്? മീനാക്ഷി. അവള് എന്ത്? അവള് അവിടെ തന്നെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? നമ്മുടെ പശുവിന്റെ കൂടെ. നമ്മുടെ അമ്മണിയടുത്തിന്റെ കൂടെ.
ഒരു വിളക്കേം കൊണ്ടുവരും അമ്മണിയെ. കൊണ്ടുവരാം. ഈ വിളക്കം കൊണ്ടു കൊടുത്ത കുട്ടിയെ വല്ലതും കഴിക്കാൻ നോക്കിയിരിക്കുക കറണ്ട് കെട്ടിയ. ചേർന്നു ഒന്ന് വേഗം കൊണ്ടുവരും മോളെ. ഇതിനകത്ത് പ്രാണികൾ വല്ലതും വീണ് കിടപ്പുണ്ടോ നോക്ക്. അതിട്ടൊക്കെ ഒന്നും തിന്നാൻ കൊടുത്തില്ലേ മോളെ? ഇല്ലാന്ന് തോന്നുന്നു. കറണ്ട് വന്നിട്ട് ബൈക്കിൽ എടുത്തിട്ട് കൊടുക്ക. ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാം. വിളക്ക് വേണ്ടേ? വേണ്ട മുത്തശ്ശ, നിലാവുണ്ട്. മീനാക്ഷി ആരാ? അയ്യോ, എന്തിനിപ്പോ വന്നത്? ഒന്ന് കാണാൻ. അയ്യോ, എനിക്ക് പേടിയാവണം. മുത്തശ്ശൻ കണ്ട് വഴക്ക് പറയും. ഇവിടുന്ന് വേഗം പോയിക്കോളൂ. അയ്യോ, ഇവിടുന്ന് പോവാൻ. ഇല്ലെങ്കിൽ എനിക്ക് അടി കിട്ടും. മറക്കരുത്. കൈ കഴുകാൻ കുറച്ച് വെള്ളം അമ്മണിയെ. മുത്തശ്ശൻ രണ്ടുപേരും മരിച്ചുല്ലോ. ആരാത്? അത് വിവാഹ ഫോട്ടോയാണോ? കണ്ണട വാങ്ങാൻ ടൗൺ വരെ പോണല്ലോ. ബസ് വരുവാവോ? ബസ് വന്നു. ബസ്സല്ല, കാറാ. കണ്ണും കാണുക. കാറോ? ആരുടെ കാറ്? എന്തായാലും രാഘവന്റെ സമയം തരും. അതെ അതെ, രാഘവൻ കാർ വാങ്ങിയോ? രാഘവൻ അല്ലടോ, അയാളുടെ മുതലാളി വന്നതാ. മിസ്റ്റർ രാഘവൻ, ഹൗ ആർ യു? എന്തോ സുഖമാണോന്ന്? സുഖമാ. ഓർമ്മയുള്ളതുകൊണ്ട് ലഗേജ് വെച്ചില്ല. ഇപ്പൊ കേൾക്കാമോ? കേക്കാം, നല്ലോണം കേക്കാം. ഓക്കെ, ഇതെന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഷെയ്ഖ് അബ്ദുൾ റഷീദ്, ബിസിനസ് പാർട്ണർ കൂടിയാണ്. ഇത് മിസ്റ്റർ ബാലു, എന്റെ ഇവിടുത്തെ മാനേജറാണ്. കൈഫ് ബിൽഡിംഗ്, അനഹബ് കോയ്സ്. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ഫാം ഹൗസ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെയാണ്? അതെ, ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് സാറേ. കൃഷിയൊക്കെ ധാരാളം ഉണ്ട്. ഗുഡ്. أنا يمشي. ഫദൽ അഖിൽ. لا لا الحين تأخير واجب. 6 മണിക്ക് മുന്നേ എത്തണ്ടല്ലേ? നിങ്ങൾ പൊയ്ക്കോളൂ ബാലു. ശരി സാർ. പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ മിസ്റ്റർ രാഘവനോടുണ്ട്. ഏത് ഫോൺ കോൾ വന്നാലും ഡീറ്റെയിൽസ് അറിഞ്ഞ് വേണ്ടി വന്നാൽ മാത്രം എന്റെ സെൽ നമ്പർ കൊടുത്താൽ മതി. ശരി. പിന്നെ മാത്യുവിനോട് പറഞ്ഞിട്ട് എന്റെ 2 പഴയ വണ്ടി അവിടെയുണ്ട്, അതുകൊണ്ട് അയക്കാൻ പറയണം. ഓക്കെ സാർ. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഓക്കെ? زين يا إسحاق، إن شاء الله في نشوف مرة ثانية. ഇൻഷാ അല്ലാ. വന്നാട്ടെ. അല്ല മുതലാളി, ഈ അറബിയും ചികിത്സയ്ക്ക് വന്നാണോ? ഏയ്, നമ്മുടെ ഈ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാമെന്നാ. അല്ല, നടക്കുമ്പോഴുള്ള ഈ ബുദ്ധിമുട്ടേ ചെറുപ്പത്തെ ഉള്ളതാണോ? നോ, ഒരു കാർ ആക്സിഡന്റ് പറ്റിയതാ. 6 മാസക്കാലം ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോഴാണ് ഈ ഇന്റർനെറ്റ് വഴി കമ്പ്യൂട്ടർ അങ്ങനെ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതും വാങ്ങിക്കുന്നതും പറ്റും. ഇപ്പൊ ഫിസിക്കലി ആം ഓക്കെ, ബട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് നോക്കാനാണ് 2 മാസത്തെ ഈ വരവ്. ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ആയുർ മഠത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അല്ല, അപ്പൊ പിന്നെ കഴിക്കാൻ എന്തൊക്കെയാ വേണ്ടത്? എന്തൊക്കെ അറിയാം? ഇന്ത്യൻ ഭക്ഷണം എല്ലാം അറിയാം. ചൈനീസും അത്യാവശ്യമൊക്കെ വശമാണ്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പക്ഷേ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും വേണ്ട. നമുക്കിവിടെ നല്ല നാടൻ കുത്തിരിയുടെ കഞ്ഞിയും ഈ തേങ്ങാ ചമ്മന്തിയും മുളക് ചുട്ടരച്ചതും പിന്നെ കടുമാങ്ങാച്ചാറും അങ്ങനെയൊക്കെ മതി. അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ? അതെ അതെ അതെ. ബാത്റൂം എവിടെയാ? അവിടെ. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല.
കോഴി സ്കോച്ച് പന്നി എനിക്ക് വച്ചിട്ട് ഒക്കെ ഉണ്ടാവുകടോ. എന്താ മിസ്റ്റർ നായർ ആലോചിക്കണേ? ഒന്നുമില്ല ബെഡ്റൂം എവിടെയാ? മേലില്ല. താങ്ക് യു. ഇതിപ്പോ കഞ്ഞിയുടെ വെള്ളം കുടിച്ച് അരപ്പട്ടിണിയാവും എൻ്റെ ഈശ്വര. ഇതെന്ത് മുതലാളിയാ? കഞ്ഞിയാത്ര. ഷേ, ഇതെന്താ രാഘവട്ടിന് പറ്റിയത്? ആവോ. എവിടേക്കാ രാഘവട്ട് രാവിലെ ഈ വടിയും പിടിച്ചു കൊടുക്കുന്നത്? അതേതാണ് ചെങ്ങായി? ബംഗാവി താമസിക്കാമെന്ന പുതിയ മുതലാളിയാ. വ്യായാമം ചെയ്ത് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട് ഈ ഓട്ടം. അയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടിയെന്നേ ഉള്ളൂ. പിന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ച ഈ വടി ഞാൻ കരുതിയത്. ഇപ്പൊ ഒക്കെ മനസ്സിലായില്ലടാ ചേട്ടകളെ. വിട്ടോ. എന്റെ അമ്മോ, ഈ പണ്ടാരക്കാലം ഇത്ര വേഗം അവിടെ കള്ളൻ, കള്ളൻ, കള്ളൻ. ഓട്ടക്കാരി ബീനമോളുടെ വഴി. എന്തിനാ രാഘവ വടിയെടുത്ത് അയാളുടെ പിന്നാലെ ഓടണേ? ഏതാ മനുഷ്യൻ? പുതിയ മുതലാളിയാ. അതെയോ? എപ്പോഴാ വന്നേ? അങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. എന്നാ ഇവിടെ അങ്ങ് നിൽക്കാണ്ട് വേഗം അങ്ങോട്ട് എത്തിക്കോ, അവിടെ പണിയുണ്ട്. അതൊക്കെ വന്നോളാം. എവിടേക്കാ കിതച്ചോണ്ട് ഓടണേ? കിതച്ചോണ്ട് ഓടിയതല്ല, പതിവില്ലാതെ ഓടിയപ്പോ കിതച്ചു പോയതാ. അതൊക്കെ പിന്നെ പറയാം, ഞാൻ പിന്നാലെ ചെല്ലിട്ട്. അല്ലെങ്കിൽ മുതലാളി വഴി തെറ്റി വല്ല പൊട്ടക്കിണറ്റിലും ചെന്ന് ചാടും. നില്ലോ. എവിടേക്കാ? വിളിക്കിരിക്കാനാ? അകത്തിരുന്നൂടെ? കുടിയിൽ സൗകര്യമില്ലേ? ഇതാ പലിശക്കാരൻ കുഞ്ഞുങ്ങളുടെ ഗുണ്ടകളാണല്ലോ. ഭഗവാനെ, ഓടിച്ചിട്ട് പിടിച്ച് തല്ലിച്ചതയ്ക്കാൻ വരികയാണോ? പപ്പടപ്പരത്തന്നെ കൈ ഇവറ്റകള് തല്ലി ഒടിക്കോ? ഓട് തന്നെ. മുരുക, രക്ഷപ്പെട്ടു. ഈ പച്ചോന്ത് കുളത്തിന്റെ പക്കത്തെ നേരം പോക്ക് ഇപ്പൊ പൊന്തക്കാട്ടിലേക്ക് ആക്കിയോ? നിന്റെ ട്യൂഷൻ പഠിപ്പ് ഇതാണല്ലേ? വീട്ടിലേക്ക് വാ. നിന്റെ പുന്നാര +2ന്റെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചടി വെള്ളാന്. ഏതൊരു പൈസക്കാരന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് പൊന്തക്കാട്ടിൽ നിന്ന് ഹിന്ദി പഠിക്കണോ? വിറ്റാമിൻ കുറഞ്ഞ ഈ കണ്ണൂണ്ടി ഞാൻ കണ്ടടി. ദൈവത്തോർത്ത് വേണ്ടത് പറയാതിരിക്കേ. മാന്യമായിട്ട് സംസാരിക്കടി. എന്നും നീ എന്നെ കണ്ണുപൊട്ടനാക്കരുത്. എന്താ കുട്ടി? എന്നെ അവിടെ വെച്ച് കണ്ട കാര്യം വേലേന്ന മാമ വീട്ടിൽ പറയരുത്. പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അപ്പൊ ഞാൻ പൊന്തക്കാട്ടി കണ്ടത് നിങ്ങളുടെ അപ്പന്റെ മൊമ്മയായിരിക്കും. ഇനി മേലെ എന്റെ കുട്ടിയെപ്പറ്റി വേണ്ടാത്ത പറഞ്ഞുണ്ടാക്കിയുണ്ടല്ലോ, കട്ടിയാലും നോക്കത്തില്ല. കണ്ണു കടുപ്പില്ലാന്ന് നടക്കാൻ പൊന്ത കാണിക്കൂടെ? ഇങ്ങനെ തന്താര് എന്താ പവർ! അതൊരു പാവ. എപ്പോഴും ഇങ്ങനെ ഒളിച്ചു കളിക്കാന്ന് കരുതണ്ട. നിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. ഏട്ടനും ഇല്ലേ ഇങ്ങനൊക്കെ? എനിക്കൊരു കുഴപ്പമില്ല. ചീത്തപ്പേരുണ്ടാക്കിയാലേ ഇതിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും.